ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഗുജറാത്തിലുള്ള റാബറി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയിലെ ലേഡീസ് ഡ്രേപ്പ് ചെയ്യുന്ന കസൂത്ത ഡ്രേപ്പ് എന്ന് പറഞ്ഞ ഡ്രേപ്പാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ നെവി ഡ്രേപ്പ് ചെയ്യുന്ന പോലെ നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് ടക്കിങ് ചെയ്ത് സാരി നമ്മുടെ ബോഡിക്ക് ചുറ്റും ചുറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലുടെ പോർഷൻ ഒന്ന് ജസ്റ്റ് മെഷർ ചെയ്ത് വെക്കണം. ഇനി മെഷർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ കണക്കിൽ വീക്കായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നേരത്തെ മെഷർ ചെയ്ത് വെച്ചു. എൻ്റെ കാൽക്കുലേഷനൊക്കെ പലപ്പോഴും തെറ്റാറുണ്ട്, അതുകൊണ്ട് ഞാൻ മെഷർ ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. ഇതിൻ്റെ പല്ലു ആക്ച്വലി നമ്മൾ ഷോൾഡറിന് പുറകിൽ നിന്ന് മുന്നിലേക്കാണ് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒന്ന് മെഷർ ചെയ്ത് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അല്ലാതെയും ചെയ്യാം. അപ്പോൾ ഈ സാരി എനിക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് എൻ്റെ ബോസ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്കും അവൾക്കും ഓരോ സാരി എൻ്റെ ബോസ് വാങ്ങിച്ചു തന്നു. ഈസ് സോ സ്വീറ്റ്. അപ്പോൾ ഈ സാരിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാൽ ഈ ഒരു കളറ് എൻ്റെ കയ്യിലില്ല, അപ്പം ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തെ പ്ലീറ്റ്സ് എടുക്കുക. നന്നായിട്ട് നല്ലപോലെ പ്ലീറ്റ്സ്, എത്രത്തോളം പ്ലീറ്റ്സ് കൂടുന്നു അത്രത്തോളം ഈ സാരിയുടെ ഭംഗി കൂടുന്നതാണ് എനിക്ക് ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നിയത്. പിന്നെ ഞാൻ ഈ സാരിയുടെ ബ്ലൗസും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒത്തിരി പ്ലീറ്റ്സ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പ്ലീറ്റ്സ് സെക്യൂർ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലീറ്റ്സ് ഇങ്ങനെ രണ്ട് കൈവച്ചും നന്നായിട്ട് വിരിച്ച് വയ്ക്കുക. അതിൻ്റെ സെൻറ്റർ പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മിഡിൽ പോർഷൻ നമ്മുടെ കാലിനിടയിൽ കൂടി എടുത്തിട്ട് ബാക്കിൽ ടക്കൻ ചെയ്യുക. കസവോ ബോർഡറോ ഒക്കെയുള്ള സാരി ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നമ്മുടെ സാരി ഡ്രേപ്പിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഫാബ്രിക് നമ്മുടെ ഷോൾഡറിൻ്റെ പുറകിൽ കൂടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് തലയിലൊരു ഗൂങ്കട്ട് പോലെ ഇടുക, അതായത് തലയിൽ തട്ട ഇടില്ലേ അതേപോലെ ഇടുക. എന്നിട്ട് ബാക്കി വരുന്ന ഫാബ്രിക് നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ടക്കിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു കളറ് സാരി ആയതുകൊണ്ടും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് എനിക്ക് മാച്ച് ആവുമെന്ന്. പക്ഷെ നന്നായിട്ട് എൻ്റെ സ്കിൻ ടോണിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു കളറായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് താഴെ രേഖപ്പെടുത്തുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.